ദക്ഷിണ കൊറിയയിൽ വിമാനം തകർന്ന് 179 മരണം. 181 പേരുമായി തായ്ലാൻഡിൽ നിന്നെത്തിയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 181 പേരുമായി എത്തിയ ജെജു ബോയിങ് 737-800 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി നീത അല്പസമയത്തിനുള്ളിൽ വിവരങ്ങളുമായി ചേരും. ഏതായാലും ഈ ഞെട്ടിക്കുന്ന ഒരു വിമാന അപകടത്തിൻ്റെ വാർത്തയാണ് രാവിലെ തന്നെ പുറത്തു വന്നത്. ആദ്യം മരണസംഖ്യ 60-70 ആയിരുന്നു. പിന്നീടാണ് 179 എന്നുള്ള ആ ഒരു മരണസംഖ്യയിലേക്ക് എത്തിയത്. 2 പേർ മാത്രമാണ് ഈ വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വിമാനം ലാൻഡിങ്ങിനിടെ തെന്നിമാറി വിമാനത്താവളത്തിൻ്റെ മതിലിൽ പോയി ഇടിച്ചാണ് കത്തി അമർന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നീത ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നീത, 179 മരണം സംഭവിച്ചിരിക്കുന്നു. 2 പേർക്ക് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ഈ ഒരു വിമാനാപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ്? തെക്കൻ കൊറിയയിലെ മുവാൻ വിമാനത്താവളത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ലാൻഡിങ്ങിനിടെയാണ് അപകടം നടന്നത്. ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു വിവരം അനുസരിച്ച് 179 പേർ മരിച്ചതായിട്ടുള്ള ഒരു പ്രാദേശിക മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. സ്ഥിരീകരിച്ചതനുസരിച്ച് 85 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന 21 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ബോയിങ് 737-800 വിമാനമാണ് ഇത്തരത്തിൽ ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടത്. ലാൻഡിങ്ങിന് ശ്രമിക്കുമ്പോഴാണ് ഈ അപകടം നടന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ബാങ്കോക്കിൽ നിന്ന് ജെജു എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രാദേശിക സമയം 9 മണിക്കാണ് വിമാനം തകർന്നു വീണത്. ലാൻഡിങ്ങിന് റൺവേയിൽ നിന്ന് വിമാനം തെന്നി മാറുകയായിരുന്നു. തുടർന്ന് സിഗ്നൽ സംവിധാനത്തിൽ ഇടിച്ച് കത്തുകയായിരുന്നു. ഇത്തരത്തിലാണ് വലിയൊരു അപകടം നടന്നിരിക്കുന്നത്. ഇത് പക്ഷി ഇടിച്ചതാണോ ഈ അപകട കാരണം എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണത്. എന്തായാലും ലാൻഡിങ്ങിനിടെ ടയറിനും പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്താ അപകടത്തെ കാരണം എന്നുള്ളത് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തി പടരുന്ന ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. തുടർന്ന് തീ അണച്ചതിന് ശേഷം രക്ഷാപ്രവർത്തനം ായിരുന്നു. എന്തായാലും 178 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത്. ഇതിൽ 181 പേരാണ് വിമാനത്തിലുള്ളത്. 2 പേരെ രക്ഷിച്ചു എങ്കിലും അവരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. വിമാന കമ്പനി രംഗത്ത് വന്നിട്ടുണ്ട്. വിമാന കമ്പനി ഈ വിഷയത്തിൽ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ഈ അപകടം ഇത്രയും വലിയൊരു അപകടം നടന്നതിൽ മാപ്പ് ചോദിക്കുന്നതിലാണ് അവർ പറയുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ സർക്കാർ കടന്നിട്ടുണ്ട്. ഇന്ന് 9 മണിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം നടന്നത്. ഇനിയും തുടർന്നുള്ള മണിക്കൂറുകളും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ഇനിയും എത്ര മരിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും പുറത്തു വരുന്ന അനുസരിച്ച് 179 പേർ മരിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 181 പേരാണ് ഉണ്ടായിരുന്നത്. ആ 2 പേരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിൽ അറിയാം. ശരി, അപകടത്തിന്റെ കൃത്യമായ കാരണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. 181 പേരുമായി തായ്ലൻഡിൽ നിന്നെത്തിയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേരെ മാത്രമാണ് രക്ഷിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നീതയാണ് വിശദാംശങ്ങൾ നൽകിയത്.